പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ പ്രധാനപ്പെട്ട ജിയോഗ്രഫി ചോദ്യങ്ങളാണ്. PSC എക്സാമുകളിൽ പുതിയ പാഠഭാഗങ്ങളിൽ നിന്നുള്ള പുതിയ SCRTയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCRT ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. എക്കൽ വിശറികളാൽ സമ്പന്നമായ സമതലം ഏതാണ്? എക്കൽ വിശറികളാൽ സമ്പന്നമായ സമതലം ഏതാണ്? ഉത്തരം ബ്രഹ്മപുത്ര സമതലമാണ് എക്കൽ വിശറികളാൽ സമ്പന്നമായിട്ടുള്ള സമതലം. നദികൾ സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയുകയും ആയതിനാൽ അവ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഒരു വിശറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ രൂപപ്പെടുന്ന ഭൂരൂപങ്ങളാണ് എക്കൽ വിശറികൾ. അപ്പോ ബ്രഹ്മപുത്ര സമതലത്തിലാണ് എക്കൽ വിശറികൾ കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ ഏതൊക്കെ? ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഉത്തരം ടീസ്ത, മാനസ്, ലോഹിത്, ദിബാങ്. ടീസ്ത, മാനസ്, ലോഹിത്, ദിബാങ് എന്നിവയാണ് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ. ബ്രഹ്മപുത്ര സമതലം അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെ? ബ്രഹ്മപുത്ര സമതലം അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെ? ഉത്തരം ബ്രഹ്മപുത്ര താഴ്വര, അസം താഴ്വര, അസം സമതലം എന്നീ പേരുകളിൽ കൂടി ബ്രഹ്മപുത്ര സമതലം അറിയപ്പെടുന്നുണ്ട്. സമതല പ്രദേശങ്ങളിലൂടെ തുടർന്നൊഴുകുന്ന നദികൾ പല ചാലുകളായി പിരിയുകയും ഒഴുക്ക് തീരെ കുറഞ്ഞ് വളഞ്ഞു പുളഞ്ഞു ഒഴുകുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി സൃഷ്ടിക്കപ്പെടുന്ന തടാകങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? സമതല പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന നദികൾ പല ചാലുകളിലായി പിരിയുകയും ഒഴുക്ക് തീരെ കുറഞ്ഞ് വളഞ്ഞു പുളഞ്ഞു ഒഴുകുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി സൃഷ്ടിക്കപ്പെടുന്ന തടാകങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓക്സ്ബോ തടാകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്സ്ബോ തടാകങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. നദി താരതമ്യേന ചെരിവ് കുറഞ്ഞ നേരിയ ചെരിവുള്ളതോ നദി താരതമ്യേന ചെരിവ് കുറഞ്ഞതോ നേരിയ ചെരിവുള്ളതോ ആയ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവസാദ നിക്ഷേപങ്ങൾ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. അതിന്റെ ഫലമായിട്ട് നദി വളഞ്ഞു പുളഞ്ഞു ഒഴുകി വലയങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ വലയങ്ങളെ മിയാൻഡറുകൾ എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. നദി സമതല പ്രദേശങ്ങളുടെ ചെരിവ് കുറഞ്ഞ പ്രദേശങ്ങളിലൂടെ ഒഴുകുമ്പോൾ ഇവ വളഞ്ഞൊഴുകുന്നു. ഇങ്ങനെ വളഞ്ഞൊഴുകുന്നതിനെ നമ്മൾ മിയാൻഡറുകൾ എന്നാണ് പറയുന്നത്. ഒഴുകുന്ന വലയങ്ങളെ ഒഴുകി വലയങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതാണ് മിയാൻഡറുകൾ. തുടർച്ചയായിട്ടുള്ള അപരദന നിക്ഷേപണ പ്രക്രിയ മൂലം ഇത്തരം വലയങ്ങൾ കൂടുതൽ വളയുന്നു. പിന്നീട് ഒഴുക്ക് കൂടുന്ന സമയത്ത് നദി നേർഗതി സ്വീകരിക്കുകയും നിക്ഷേപണം മൂലം വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്ത് നിന്ന് വേർപെട്ട് ഒറ്റപ്പെട്ട തടാകങ്ങളായി മാറുകയും ചെയ്യുന്നു. ഇത്തരം തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ. അതായത് നദി ഒഴുക്ക് കുറയുന്നു, ചെരിവ് കുറഞ്ഞ പ്രദേശത്തിൽ കൂടി ഒഴുകുമ്പോൾ അപ്പോൾ അവ വളയുന്നതിനെ വലയങ്ങളെ നമ്മൾ മിയാൻഡറുകൾ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒഴുക്കിങ്ങനെ കൂടുന്ന സമയത്ത് നദി എന്ത് ചെയ്യുന്നു? നേർരേഖ പ്രാപിക്കുന്നു. ആ സമയത്ത് ഈ വളഞ്ഞ ഭാഗം ഈ നദിയുടെ പ്രധാന ഭാഗത്ത് നിന്ന് ഒറ്റപ്പെട്ട് തടാകങ്ങൾ പോലെ രൂപപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. ഈ വലയങ്ങളെ നമ്മൾ മിയാൻഡറുകൾ എന്ന് പറയുന്നു. അടുത്ത ചോദ്യം, പരസ്പരം കൂടിച്ചേരുന്ന രണ്ട് നദികൾക്കിടയിലുള്ള കരഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പരസ്പരം കൂടിച്ചേരുന്ന രണ്ട് നദികൾക്കിടയിലുള്ള കരഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ദോബുകൾ എന്നാണ് അറിയപ്പെടുന്നത്. പഞ്ചാബ് സമതലങ്ങളിലാണ് ദോബുകൾ കാണപ്പെടുന്നത്. 5 ദോബുകളാണ് പ്രധാനമായിട്ടും പഞ്ചാബ് സമതലത്തിൽ കാണപ്പെടുന്നത്. നദികൾ ഉത്ഭവിക്കുന്ന പ്രദേശത്തെ എന്തു പറയുന്നു? നദികൾ ഉത്ഭവിക്കുന്ന പ്രദേശം പ്രഭവസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, സാംബർ, ദിദ്വാന, സർഗോൾ എന്നിവ എന്താണ്? സാംബർ, ദിദ്വാന, സർഗോൾ എന്നിവ എന്താണ്? ഉത്തരം രാജസ്ഥാൻ സമതലത്തിലെ പ്രധാനപ്പെട്ട ഉപ്പു തടാകങ്ങളാണ് സാംബർ, ദിദ്വാന, സർഗോൾ എന്നിവ. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ വടക്ക് നിന്ന് തെക്കോട്ട് എത്ര മേഖലകളായി തിരിക്കാം? ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ് എങ്ങനെയാണ് ഉത്തരേന്ത്യൻ സമതലത്തെ വടക്ക് നിന്ന് തെക്കോട്ട് തിരിച്ചിട്ടുള്ളത്? 3 മേഖലകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് ബാബർ, മറ്റൊന്ന് ടെറായി, എക്കൽ സമതലങ്ങൾ. ബാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ എന്നിവയാണ് ആ 3 മേഖലകൾ. ഇത് ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിലാണ് തിരിച്ചിട്ടുള്ളത്. പഴയ എക്കൽ നിക്ഷേപങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പഴയ എക്കൽ നിക്ഷേപങ്ങൾ ബംഗർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പുതിയ എക്കൽ നിക്ഷേപങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഖാദർ. പുതിയ എക്കൽ നിക്ഷേപങ്ങൾ ഖാദർ എന്നും പഴയ എക്കൽ നിക്ഷേപങ്ങൾ ബംഗർ എന്നുമാണ് അറിയപ്പെടുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടാനുള്ള കാരണങ്ങൾ ഏതൊക്കെ? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടാനുള്ള കാരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എക്സാമുകളിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രസ്താവനയായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് നോക്കുന്നത്. ഒന്നാമത്തെ കാരണം
കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ് എന്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത്. അതായത് സമുദ്രത്തിൽ നിന്നും കുറച്ച് അകലെയായിട്ടാണ്, ഏറെ അകലെയായിട്ടാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയൻ പർവ്വതനിരകളുടെ മഞ്ഞുവീഴ്ച അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നു. ഹിമാലയൻ പർവ്വതനിരകളിലെ മഞ്ഞുവീഴ്ച അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നു. പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഹിമം, മൂടൽമഞ്ഞ്, ശീതതരംഗം എന്നിവയ്ക്ക് കാരണമാകുന്നു. പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഹിമം, മൂടൽമഞ്ഞ്, ശീതതരംഗം എന്നിവയ്ക്ക് കാരണമാകുന്നു. അടുത്ത കാരണമാണ് ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യന്റെ അയനം. ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യന്റെ അയനം. അപ്പൊ ഈ 4 പോയിന്റുകൾ കൃത്യമായിട്ട് പഠിക്കുക. പ്രസ്താവനയായിട്ടൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യം, മെയ് ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് വീശുന്ന ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? ഉത്തരം ലൂ ആണ്. ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.